എന്തെല്ലാം പേര് പറഞ്ഞാലും UDF വേണ്ടിയുള്ള ഒരു നെറികെട്ട പ്രവർത്തനമാണ്, ഒറ്റുകൊടുക്കുന്ന നിലയാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. എന്നാൽ ഈ തെറ്റായ എല്ലാ സമീപനങ്ങളെയും ചെറുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും. വൻ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാം അവസരവാദ കൂട്ടുകെട്ടുണ്ടാക്കാൻ UDF ശ്രമിച്ചാലും കാലുമാറി ജൂദാസിനെ പോലെ ആ പാളയത്തിലേക്ക് പോകാൻ ശ്രമിച്ച അൻവറിനെ ആദ്യം, കാരണം പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാമാജികരെന്ന രീതിയിൽ UDFൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ UDFൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരെ ഒപ്പം ചേർക്കാനും മാപ്പ് അഭ്യർത്ഥിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യാനും ഒക്കെയാണ് UDF തയ്യാറായിട്ടുള്ളത്. ഈ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ 3ാം ടേമിലേക്കുള്ള യാത്രയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം കൂടി ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം കുറിക്കത്തക്ക രീതിയിലൊരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല. സാമ്പിളൊന്നും ഈ കണക്കാക്കണ്ട, എന്തെല്ലാം സാമ്പിൾ ചോദിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമ്പിളൊന്നും കണക്കാക്കേണ്ട, കണക്കാക്കേണ്ടതേ ഉള്ളൂ, കണക്കാക്കേണ്ടതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുക. ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അത് നോക്കാം, നോക്കി തീരുമാനിച്ചിട്ട് പറയാം. അത് ഒരു ഒരാഴ്ച അല്ല, നമുക്ക് തീരുമാനിക്കാം. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. പ്രഖ്യാപിച്ചോട്ടെ, അവർ പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല. അതിന് ബദലാവേണ്ട കാര്യമില്ലല്ലോ. അതിന് ബദലാവും ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കും. പിന്നെ ഇതിനെ ബദൽ പ്രഖ്യാപനം അതിനെ പറഞ്ഞില്ല, ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഏതാണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് വിലയിരുത്തൽ ഇതുകൊണ്ടൊന്നും വിലയിരുത്തലാവില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയം കൊണ്ട് വിലയിരുത്തൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവും, ഒരു സംശയമാണ്. കേരളത്തിലുടനീളം ഉണ്ടാവും അതിൻ്റെ പ്രയോജനം. വിലയിരുത്താൻ എന്ത് ഇനിയിപ്പോൾ ആ ഒരു കൊല്ലം പോലും ഇല്ല. ഇനി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്തൽ അത് എല്ലാം വിലയിരുത്തും. ഞങ്ങൾ വിലയിരുത്താൻ പറഞ്ഞാലും വിലയിരുത്താൻ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാം വിലയിരുത്തും. അതിനെന്താ ഇപ്പോൾ സംശയം വിലയിരുത്തിക്കും? ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു നടക്കില്ല. വിലയിരുത്തി പോയാൽ വലിയ അപകടം സംഭവിച്ചു എന്നൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. 4 വർഷത്തെ ഭരണത്തെപ്പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ടുള്ളത് പോയി അവിടെ ഉണ്ടാവും. അത്ര കണ്ടാൽ മതി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേലക്കര വളരെ ശക്തിയായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഗവൺമെൻറ് വിരുദ്ധ വികാരത്തിൻ്റെ തള്ളിച്ചയാണ് കാണാൻ പോകുന്നത്. പക്ഷെ കണ്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റായതുകൊണ്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വിചാരിച്ചത് അവിടെ വമ്പിച്ച രീതിയിലൊരു അടിയൊഴുക്കുണ്ടാവുന്നതാണ്. പക്ഷേ ഒരു അടിയൊഴുക്കും ചേലക്കര ഉണ്ടായില്ല. മാത്രമല്ല പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കാനും കഴിയും.
അത് ഞാൻ പറഞ്ഞില്ലേ 7 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും. പിന്നെ പരീക്ഷണം ഇല്ലായ്മയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനമില്ലേ, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ ഒരാഴ്ച സാവകാശം മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് കൊണ്ടു. ഞങ്ങൾ നിർത്തുന്നത് ആരായാലും പ്രമുഖരാണ്. അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സര രംഗത്ത് ഇറക്കുക. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. UDF നിന്ന് ആരെങ്കിലുമൊക്കെ വിട്ടുവരികയാണെങ്കിൽ അവരെ സ്വതന്ത്രരായിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു പരീക്ഷണം സാധ്യതയുണ്ട്. ഇല്ലാത്ത കാര്യം വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിച്ചിട്ടുള്ള കാര്യം. അവർ വിട്ടുവരുകയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്ത് അവരെ കാര്യമില്ലേ. അത് UDFിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വിഷമൊന്നും നിലമ്പൂരില്ല. പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ അപ്രതീക്ഷിതമായി സർജിക്കൽ സ്ട്രൈക്ക് എത്തിയതിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പാർട്ടി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും. പാലക്കാട് പോലെ ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി വെറുതെ ചോദിച്ചാൽ പോലെ എന്തെങ്കിലും ഉത്തരം കിട്ടും ധരിക്കണ്ട. അത് എത്രയോ കൊല്ലം കിട്ടിയിട്ടുണ്ടല്ലോ. കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞത് 7 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പാലക്കാട് പരീക്ഷണമാണോ അതുപോലെ വേറെ ഏതെങ്കിലും പരീക്ഷണമാണോ എന്ന് നോക്കേണ്ട കാര്യമാകുന്നു. കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും. അല്ല, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. നിലമ്പൂരെ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും.